സംവിധായകൻ രഞ്ജിത്ത് തിരക്കഥ എഴുതി അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത് 2008 പുറത്തിറങ്ങിയ റൊമാൻറ്റിക് ഡ്രാമ സിനിമയായിരുന്നു തിരക്കഥ. അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച സിനിമയായി ഞാൻ കണക്കാക്കുന്ന ഒരു സിനിമ കൂടിയാണ് തിരക്കഥ. എന്തുകൊണ്ടോ അധികം ആളുകളിലേക്കൊന്നും ഈ സിനിമ എത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ കരുതിയത്. 80കളുടെ തുടക്കത്തിൽ മലയാള സിനിമയിലും ഒപ്പം മറ്റു ഭാഷകളിലും തിളങ്ങി നിന്നിരുന്ന ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന നടിമാരിൽ ഒരാളായിരുന്ന മാളവിക പിന്നീട് ആർക്കും അറിയാത്ത വിധം എങ്ങനെയാണ് സിനിമാ ലോകത്തു നിന്നും അപ്രത്യക്ഷമായത് എന്ന ചോദ്യത്തിലൂടെയാണ് ഈ സിനിമയുടെ കഥ വികസിക്കുന്നത്. സ്ട്രെയിറ്റ് ലൈനായി കഥ പറഞ്ഞു പോകുന്നതിന് പകരം സിനിമയുടെ കഥ വർത്തമാനകാലത്തിനും ഫ്ലാഷ് ബാക്കിനും ഇടയിൽ മാറുന്നുണ്ട്. കഥയെ 3 ഭാഗങ്ങളായി തരംതിരിച്ചാണ് സംവിധായകൻ രഞ്ജിത്ത് സിനിമയിൽ എത്തിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു ട്രീറ്റ്മെന്റ് വർക്കൗട്ട് ആയിട്ടുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാനും സാധിക്കും. എ റൈസ് ആൻഡ് ഫാൾ ഓഫ് ആൻ ആക്ട്രസ് എന്ന വാക്കിൽ തളച്ചിടാൻ കഴിയുന്ന ഒരു സിനിമയല്ല തിരക്കഥ. സിനിമയിലെ മുഖ്യ കഥാപാത്രമായ മാളവികയെ സംവിധായകൻ നമുക്ക് മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നത് മറ്റ് കഥാപാത്രങ്ങളുടെ ഓർമ്മകളിലൂടെയാണ്. മാളവികയുടെ ആദ്യ സിനിമയിൽ വില്ലൻ വേഷം ചെയ്ത അജയ് ചന്ദ്രനെ അവർ പ്രണയിക്കുന്നു. പിന്നീട് മാളവിക ഒരു സൂപ്പർ താരമായി മാറുമ്പോൾ സ്വന്തം പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ സാധിക്കാതെ പോയ അജയ് ചന്ദ്രനെ അവർ മറക്കുന്നില്ല. സത്യത്തിൽ അജയ് ചന്ദ്രന്റെ ഉള്ളിലുള്ള ടാലന്റ് പുറത്തു കൊണ്ടുവരുന്നത് മാളവികയാണ്. തകർന്നുപോയ അജയനെ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. ഇന്ന് അജയ് ചന്ദ്രൻ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആണ്. എന്നാൽ മാളവിക എവിടെയാണ് എന്ന ചോദ്യത്തിന് മാത്രം ആർക്കും വ്യക്തമായ ഉത്തരമില്ല. ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് അക്കി എന്ന അക്ബർ. ഒറ്റ സിനിമ കൊണ്ട് തന്നെ തന്റെ കഴിവ് തെളിയിച്ച അക്കി മാളവികയെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങുന്നു. ഒരു തിരക്കഥയ്ക്കുള്ള മെറ്റീരിയൽ മാത്രമായാണ് അയാൾ ആദ്യം മാളവികയെ കണ്ടിരുന്നത് എങ്കിലും മാളവിക എന്ന പേരിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ആ സ്ത്രീയോട് അയാൾക്ക് ആരാധന തോന്നുന്നു. ഈ സിനിമയിൽ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന അക്കി എന്ന കഥാപാത്രത്തിന്റെ ചില സംഭാഷണങ്ങളിൽ അല്ലെങ്കിൽ കഥാസന്ദർഭത്തിൽ നമുക്ക് സംവിധായകൻ രഞ്ജിത്തിന്റെ പ്രസൻസും അനുഭവപ്പെടുന്നുണ്ട്. സൂപ്പർ സ്റ്റാർസിന്റെ ഡേറ്റ് വാങ്ങി പിന്നീട് കഥ ഉണ്ടാക്കുന്ന രീതി തനിക്ക് പരിചയമില്ല എന്ന് അക്കി പറയുമ്പോൾ എനിക്കവിടെ കാണാൻ സാധിച്ചത് ഈ സിനിമയുടെ സംവിധായകനായ രഞ്ജിത്തിനെ തന്നെയാണ്. സത്യത്തിൽ മലയാള സിനിമ അർഹിക്കുന്ന പരിഗണന നൽകാത്ത ഒരു സ്ത്രീ കഥാപാത്രമാണ് മാളവിക എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇത്രയും ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കഥാപാത്രം വളരെ ഭംഗിയായിട്ട് തന്നെയാണ് പ്രിയാമണി നമുക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. സിനിമയിലെ പാട്ടുകളെ പറ്റി പറയുമ്പോൾ വരികൾ എഴുതിയ റഫീഖ് അഹമ്മദിനെ പറ്റി പറയാതിരിക്കാനേ സാധിക്കില്ല. അത്രമാത്രം അർത്ഥവത്തായ വരികളാണ് ഈ സിനിമയിലെ പാട്ടുകളിൽ ഉള്ളത്. ഒടുവിലൊരു ശോണരേഖയായി എന്ന് തുടങ്ങുന്ന ഗാനം മാളവികയുടെ പ്രതീക്ഷകളെ പറ്റിയും അതുപോലെ തന്നെ അവരുടെ നിരാശകളെ പറ്റിയും പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതേസമയം അരികിൽ എന്ന് തുടങ്ങുന്ന ഒരു വിരഹ ഗാനവും സിനിമയിലുണ്ട്. റഫീഖ് അഹമ്മദും സംഗീത സംവിധായകനായ ശരത്തും ചേർന്ന് വളരെ മനോഹരമായാണ് സിനിമയിലെ ഗാനങ്ങളെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. തിരക്കഥ എന്നുള്ള ഫിലിം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് 2ാം ജന്മമാണ്. ഒരു തവണ കൂടെ റീ എൻട്രി ആയിരുന്നു മലയാളത്തിൽ. അത് നമ്മുടെ പ്രിയപ്പെട്ട രഞ്ജിത്ത് അണ്ണാച്ചിയുടെ ഫിലിം. ഉഗ്രം പടം കേട്ടോ, അസാധ്യ പടം. അത് പറയാതിരിക്കാൻ വയ്യ. ഫിലിം ഫാന്റാസ്റ്റിക്. 2 കാലഘട്ടങ്ങളിൽ നടക്കുന്ന കഥയാണ് എന്നതുകൊണ്ട് തന്നെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ്, സിനിമോട്ടോഗ്രഫി ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയവ വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഈ സിനിമയെ സമീപിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും മികച്ച തിരക്കഥകളുടെ ലിസ്റ്റിൽ നമുക്ക് ഈ സിനിമയെ കൂടി ഉൾപ്പെടുത്താൻ സാധിക്കും. ദേശീയ ചലച്ചിത്രമേളയിൽ ഏറ്റവും മികച്ച ഫീച്ചർ സിനിമയ്ക്കുള്ള പുരസ്കാരം തിരക്കഥ സ്വന്തമാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല മികച്ച സിനിമ, മികച്ച ഗായിക, മികച്ച നടി തുടങ്ങി ഒരുപാട് കാറ്റഗറിയിൽ ഈ സിനിമയ്ക്ക് അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം എന്തെന്ന് വെച്ചാൽ ഇന്നും അധികം ആളുകളിലേക്ക് തിരക്കഥ എന്ന ഈ സിനിമ എത്തിയിട്ടില്ല എന്നതാണ്. മലയാള സിനിമയിലെ ക്ലാസിക് മാസ്റ്റർ പീസ് സിനിമകളിൽ ഒന്നായി നമുക്ക് തിരക്കഥയെ വിശേഷിപ്പിക്കാം. അതുകൊണ്ട് തന്നെ വെറുമൊരു അവാർഡ് പടം എന്ന രീതിയിൽ തിരക്കഥയെ തള്ളിക്കളയാതെ ഈ സിനിമ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക.